നമസ്കാരം, VMTV ന്യൂസിലേക്ക് സ്വാഗതം. കൊടും ക്രൂരതയുടെ മറ്റൊരു മുഖം. ബംഗളൂരുവിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ മൈൻഡ്ഫുൾ AI ലാബിന്റെ CEO 4 വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. സുജന സേത്ത് എന്ന യുവതിയെയാണ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ ചിത്രദുർഗയിൽ വെച്ച് സുജനയെ പിടികൂടുമ്പോൾ ബാഗിൽ മകന്റെ മൃതദേഹമുണ്ടായിരുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് സുജന. ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞാണ് സുജന താമസിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവുമായുള്ള സുജനയുടെ വിവാഹമോചന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് നോർത്ത് ഗോവ SP നിതിൻ വത്സൻ പറഞ്ഞു. മകനെ ആഴ്ചയിലൊരിക്കൽ കാണാൻ കോടതി സുജനയുടെ ഭർത്താവിനെ അനുവദിച്ചിരുന്നു. ഇതിൽ സുജന അസ്വസ്ഥയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. യുവതിയുടെ ഭർത്താവ് മലയാളിയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ഭർത്താവ് ഇന്തോനേഷ്യയിലായിരുന്നു. സംഭവം പോലീസ് അദ്ദേഹത്തെ അറിയിക്കുകയും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഹോട്ടലിലെ സുരക്ഷാ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ശനിയാഴ്ചയാണ് നോർത്ത് ഗോവയിലെ ഒരു ഹോട്ടലിൽ സുജന മുറിയെടുത്തത്. ബാംഗ്ലൂരുവിലെ വിലാസമാണ് ഹോട്ടലിൽ നൽകിയത്. തിങ്കളാഴ്ച രാവിലെ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തു. ബാംഗ്ലൂരുവിലേക്ക് പോകാൻ ടാക്സി വേണമെന്ന് ഇവർ ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. സുജന പോയ ശേഷം മുറി വൃത്തിയാക്കുകയായിരുന്ന ഹൗസ് ക്ലീനിംഗ് ജീവനക്കാരാണ് മുറിയിൽ രക്തക്കറ കണ്ടത്. ഉടൻ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി CCTV പരിശോധിച്ചപ്പോൾ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ യുവതിക്കൊപ്പം മകനില്ലെന്ന് വ്യക്തമായി. ഇതോടെ പോലീസുകാർ വിളിച്ച് മകൻ എവിടെയെന്ന് യുവതിയോട് അന്വേഷിച്ചു. മകനെ ഗോവയിൽ തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലാക്കിയെന്നാണ് സുജന പറഞ്ഞത്. സുഹൃത്തിന്റെ വിലാസം ചോദിച്ചപ്പോൾ നൽകി. എന്നാൽ ഈ വിലാസം വ്യാജമായിരുന്നുവെന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ വ്യക്തമായി. ഇതോടെ പോലീസ് സുജന സഞ്ചരിച്ച ടാക്സി ഡ്രൈവറെ ബന്ധപ്പെട്ടു. യുവതിക്ക് മനസ്സിലാവാതിരിക്കാൻ കൊങ്കണി ഭാഷയിലാണ് സംസാരിച്ചത്. സുജനയ്ക്ക് ഒരു സംശയവും തോന്നാതെ ടാക്സിയിൽ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ഡ്രൈവർ ചിത്രദുർഗയിലെ ഐമംഗല പോലീസ് സ്റ്റേഷനിലേക്ക് കാർ എത്തിച്ചു. പോലീസ് പരിശോധിച്ചപ്പോൾ സുജനയുടെ ബാഗിനുള്ളിൽ 4 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത്.